വർക്കിലാണ്. പെട്ടെന്ന് എങ്ങനെയാ വരാൻ പറ്റുക? ചേച്ചി പെട്ടെന്ന് വരണ്ട. നിങ്ങള് ഇങ്ങനെയൊക്കെ ഒരു കടുപ്പിടുത്തം പിടിച്ചാൽ എങ്ങനെയാ? അവള് നാട് വിട്ട് പോവൊന്നുമില്ലല്ലോ. ചേച്ചി ഇങ്ങനെയുള്ളവരൊന്നും ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വെക്കില്ല കേട്ടോ. ഇതാണ് ഫ്രണ്ട്, ഭയങ്കര ഡീപ്പാണ്, ആത്മാർത്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒരു കുന്തമില്ല. ചേച്ചി പൈസ അല്ലേ മാല ഉരിഞ്ഞ്, ആ മാല ഉരിഞ്ഞ് ഇത് സ്വർണ്ണല്ല, അപ്പൊ എല്ലാം വെള്ളിയിട്ടുണ്ടാ ഇരിക്കുന്നില്ലേ? അപ്പൊ എന്തായാലും ശരി ബിന്ദു ചേച്ചി, ശരി. അപ്പം ഞങ്ങൾ മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തുന്നത് ചേച്ചിക്ക് ഒരു പ്രാങ്ക് കോൾ തന്നെയാണ്. ഒരു കോൾ ചെയ്തിട്ട് ബെസ്റ്റ് ഫ്രണ്ടിന് പണി തരാൻ വേണ്ടി വിളിച്ചതാണ്. ചേച്ചി വരാൻ വേണ്ട, ആ കടയിൽ നിന്ന് ജോലി ചെയ്തോളൂ കേട്ടോ. ഞാൻ ആ ചേച്ചിയുടെ കൊടുക്കാം. എൻ്റെ പേര് അനീഷ് ഖാൻ എന്നാണ് കേട്ടോ. നീ എന്നെ നാട്ടിച്ചില്ലടി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്ത് ചങ്കാണെന്നൊക്കെ പറഞ്ഞു നീ ഓടി വരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഓടി വരാന്നല്ലേ, നീ എന്നെ നല്ല രീതിയിൽ വിളിച്ചിട്ടാണ് എനിക്ക് വരാൻ പറ്റുന്നത്. പിന്നെ പെട്ടെന്നൊക്കെ വിളിച്ചൊരു മുന്നറിയിപ്പ്. ആ ചേച്ചിയുടെ സൗണ്ട് അടച്ചു കേട്ടോ. തോന്നി. ചേച്ചി പേടിക്കണ്ട, സൗണ്ടൊക്കെ ക്ലിയർ ചെയ്തു. അപ്പം ഞാൻ ചേച്ചി പിന്നെ വിളിക്കും. താങ്ക് യു സോ മച്ച് ചേച്ചി കേട്ടോ. താങ്ക് യു. നന്നായി. ബിന്ദു തൃത്താല. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചു കൂട്ടിക്കും, രാത്രി തിരിച്ച് വിളിക്കും. പുള്ളിക്കാരിക്ക് വരണമെന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാം. 25,000 പെട്ടെന്ന് എൻ്റെ അടുത്ത് 5,000 രൂപ എൻ്റെ കാണത്തില്ല. പിന്നെ 25,000 വിളിച്ച് ചോദിച്ചാൽ ചേച്ചിയുടെ പെട്ടെന്ന് എടുക്കാൻ കാണും. ആൾക്ക് വരാൻ പറ്റുന്ന അവസ്ഥ. അമ്മയിമ വയ്യാണ്ട് വീട്ടിൽ പാർലർ ഓപ്പൺ ആക്കിയിട്ടിരിക്കും, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ ഇത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്ത് ചേച്ചി. ഇപ്പം ചേച്ചി ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രവും ഇനി വരുന്ന കഥാപാത്രങ്ങളൊക്കെ നന്നാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സംഭവം ഇന്റർവ്യൂ ആണോ ഇതാണോ? ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു പ്രാങ്ക് കൊടുത്ത അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതെനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നെ തെറി വിളിക്കും. ചേച്ചിക്ക് ഒരു പ്രാങ്ക് തരാന്ന് വിചാരിച്ചത്. പിന്നെ വേണ്ട, ചേച്ചിയുടെ ഫേസ് കണ്ടപ്പോ എനിക്ക് തന്നെ ചേച്ചി എന്തെങ്കിലും എടുത്തിട്ട് തന്നെ അടിക്കുമെന്നുള്ളത് ചെറിയൊരു വില്ലത്തി ലുക്ക്. ദൈവമേ, ഞാൻ ഈ വില്ലത്തി കഥാപാത്രങ്ങൾ ചെയ്ത് ഞാനൊരു വില്ലത്തി ആയോന്ന് എനിക്കറിയുന്നില്ല. കുഴപ്പമില്ല, ഈ അപ്പിയറൻസ് ഉള്ള എപ്പോഴും നല്ല, ആരും അടുക്കത്തില്ല. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിക്കും, ചേച്ചിയോട് സംസാരിക്കും, ഒന്ന് ആലോചിക്കും, പോയി സംസാരിച്ച് നമ്മൾ എന്ത് പറയുന്നുള്ളത്. ഇനി എന്തായാലും വളരെ സന്തോഷം ചേച്ചി. എന്നോട് ആരും സംസാരിക്കാൻ വരാത്തല്ലേ? ഇല്ല, സംസാരിച്ചു കഴിഞ്ഞ പിന്നെ എന്നെ ഇവിടെ ചേച്ചി ഞാനിപ്പോ അവിടെ വെച്ച് കണ്ടപ്പം ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്, പടച്ചവനെ ഇവരെ കണ്ടിട്ട്, ഞാൻ കണ്ടപ്പോ പറഞ്ഞതാ, പടച്ചവനെ ഇവരെ കണ്ടിട്ട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പൊലപ്പിക്കൊണ്ടാ പോയത്. ഞാൻ കണ്ടപ്പോട്ടെ എന്നെ ഫസ്റ്റ് കാണുന്നവരെല്ലാവരും ഒന്ന് പറയാറുണ്ട്, ഓ ഒരു ചാടേന്ന് തോന്നുന്നുണ്ട്, ഒരു പ്രശ്നക്കാരിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നെ അടുത്തിടപെടുക പിന്നെ ആ സെറ്റിൽ എന്നെ ട്രോളി കൊല്ലണത് തന്നെയായിരിക്കും. അല്ല, ഇപ്പൊ ഞാൻ ട്രോളിക്കോളൂ. ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ ട്രോളി വന്നോളൂ. അപ്പോൾ നമ്മുടെ മൂവികളുടെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോടെ ചേച്ചി എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഞാൻ ചെയ്ത സീരിയലുകളിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദശയുടെ ക്യാരക്ടർ. അപ്പം എന്നെ അതുപോലെ ഞാൻ അമ്പാലിക എന്നൊരു കാര്യം എന്നെ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും ദശ വിളിക്കുന്നത്. അതെനിക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ദശ. പക്ഷെ ദശ ഞാൻ അതിൽ ഭയങ്കര വില്ലത്തിയായിട്ടാണ് ചെയ്യണേ. പക്ഷെ അവർക്കൊക്കെ എന്നോട് സ്നേഹമായിരുന്നു. അതിൽ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ പറയും ദശയല്ലേ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര കാണുമ്പോൾ അവർക്കതൊരു വില്ലത്തിയായിട്ട് കണ്ട്, കോമാളിത്തരമായിട്ട് കണ്ടാണ്, കൊമേഡിയനായിട്ട് കണ്ടു. ഞാൻ ഇത്രയും നെഗറ്റീവ് ചെയ്തിട്ട് കോമഡി വല്ലതും കാണിക്കുന്നുണ്ടോ? കോമഡി ഒന്നുമില്ല, തോക്കൊക്കെ എടുത്തിട്ടാണ് കളി. ആ തോക്കെടുക്കുന്ന ആൾക്കാർക്ക് ചിരി വരുന്നത് അതുകൊണ്ടായിരിക്കും. അതല്ല, എന്നോട് ഒരാള് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുഖത്തൊരു വില്ലത്തരം ഇല്ല, നിങ്ങളുടെ പെരുമാറ്റത്തിലും ഇല്ല, നിങ്ങളെ കൊണ്ട് സീരിയലായാലും അത് ചെയ്യിപ്പിക്കുക, അടിച്ചേൽപ്പിക്കാന്ന്. അപ്പൊ അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വില്ലത്തരാണ് എന്റെ മുഖത്ത്. ഈ കോസ്റ്റ്യൂം ഒക്കെ വന്നപ്പോ അങ്ങനെ ആയിപ്പോയി. ചേച്ചി ഒരു കസവുമുണ്ട് സാരിയൊക്കെ കൊടുത്തിട്ടായിരുന്നെങ്കിൽ അടിപൊളി ഒരു നാടൻ ശൈലി. എന്റെ FB എടുത്ത് നോക്കും, മഞ്ജു സുഭാഷ് അടിച്ചു നോക്കിയാൽ മതി. അതിലിരിക്കുന്ന ഫോട്ടോ കണ്ട ആർക്കും എന്തെങ്കിലും ചായ വാങ്ങി കൊടുക്കാൻ തോന്നും. അപ്പൊ ചേച്ചി അടുത്ത ഇലക്ഷന് ഒരു ഇലക്ഷൻ ഇല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ എന്റെ ഹസ്ബൻഡാണ് പൊളിറ്റീഷ്യൻ. എനിക്ക് സജീവമായി രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അടുത്ത ഇലക്ഷൻ നിൽക്കുന്നോ ചോദിക്കാനാ ഞാൻ വന്നത്. ഇലക്ഷന് നിക്കുന്നോന്ന് ചോദിച്ചാ അങ്ങനെ ഒരു നിന്നൂടായികയില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിക്കണമെന്നുണ്ട്. കാരണം ഞാനൊരു പക്ക രാഷ്ട്രീയക്കാരി ഇപ്പം ആണോന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റാ. പക്ഷെ രാഷ്ട്രീയവും ഇതും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ പൊതുരംഗത്ത് ഉണ്ട്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരിയായി എൻ്റെ അഭിനയം പോവും, കയ്യിൽ നിന്ന് പോവും. എനിക്ക് സമയം കിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഇത് അഭിനയത്തിനോടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അഭിനയ രംഗത്ത് വന്ന ആളാണ്. കലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരു ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഇതെന്തായാലും ഞാൻ ഉപേക്ഷിക്കില്ല. അപ്പം അതിപ്പോൾ രാഷ്ട്രീയത്തിലും കൂടി ഇങ്ങനെ സജീവമായ, പക്ഷെ പറയാൻ പറ്റില്ല നമ്മൾ ഭാവിയിൽ നമുക്ക് എന്താണ് കരുതി വെച്ചെങ്കിൽ. ഞാനൊരിക്കലും എത്തപ്പെടാത്ത ഫീൽഡായിരുന്നു ഇത്. ഞാൻ വഴി തെറ്റി വന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഭാവി നമ്മളൊന്നും ഇപ്പൊ പ്രവചിക്കാൻ പറ്റില്ല. എന്താണ് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ മാറാം. തീർച്ചയായിട്ടും ഒരിക്കലും ഒരേപോലെ നിൽക്കില്ലല്ലോ. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഫീൽഡിൽ വന്നു, ഞാൻ ഇതിൽ നിന്നു.
ഇനി വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോവുക ഒന്ന്, കാരണം ഞാൻ എൻ്റെ യഥാർത്ഥ ഫീൽഡിൽ നല്ല ഇതിലേക്ക് വന്നേ. ഒരു ടീച്ചറായിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നത്, ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വന്നു. അതുപോലെ ഇനി വേറെ ഞാൻ ഇപ്പോഴും ഒരേ ജീവിതശൈലി കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ആളാണ്. കാരണം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡാൻസ് പഠിക്കാൻ പോയി, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. ഇതിലൊന്നിലും ഞാൻ വിജയിച്ച് എന്താ പറയാ കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പൊ ഇതിലേക്ക് വന്നത്, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതൊന്നും നമുക്കൊന്നും പറയാം. കാരണം എനിക്ക് പിടിക്കാത്തത്, നാളെ എനിക്ക് ഈ ഫീൽഡില് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഞാൻ അത് വിട്ടു. കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള ചേച്ചിയല്ല, പ്രേക്ഷകരാ തീരുമാനിക്കണ്ടേ. പ്രേക്ഷകരോട് നന്ദി പറയണം. പിന്നെ പ്രേക്ഷകരോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. കാരണം എന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എന്റെ സംഘടനയിലത്തെ പിള്ളേരെ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം കേരളം മുഴുവൻ എനിക്ക് ബ്യൂട്ടീഷ്യൻ സംഘടനയുണ്ട്. പിന്നെ ഞാൻ വേറെ 1-2 സംഘടനയുണ്ട്. ഞാൻ ഈ പൊതുപ്രവർത്തനമൊക്കെ ഉള്ള കാരണമുണ്ട്. എനിക്ക് പുറമേ ഉള്ള പ്രേക്ഷകരെക്കാട്ടും ഉള്ളത് എന്നെ അറിയുന്നവരാണ് കൂടുതൽ എൻ്റെ സീരിയലൊക്കെ കാണുന്നത്, എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എനിക്ക് കോസ്റ്റ്യൂം വരെ അവർ കൊണ്ടുവന്ന് തരാറുണ്ട് ഇടാൻ വേണ്ടിട്ട്. ആ സാരികളൊക്കെ എനിക്കത് തുറന്നു പറയുന്നുണ്ട്, വിഷമമൊന്നുമില്ല. കോസ്റ്റ്യൂമിലാണ് ഏറ്റവും കാശ് പോകുന്നത്. പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ സംഘടനയിലെ പിള്ളേര് 10-20 സാരിക്ക് ഒരു മാസം എനിക്ക് കൊണ്ടുവന്നു തരും. എന്നിട്ട് ഞാൻ അത് കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കും. അപ്പൊ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. പിന്നെ ഈ സംഘടനയിൽ എനിക്ക് കൂടുതൽ മെമ്പർഷിപ്പ് കിട്ടിയത് ഞാൻ ആർട്ടിസ്റ്റായി വന്നതിന് ശേഷം. കാരണം അവർക്ക് അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ഒരു ആർട്ടിസ്റ്റ്, കലാരംഗത്താന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമായിട്ടാണ് എനിക്ക് അതിൽ നിൽക്കുന്ന പലരെയും തോന്നിയത്. അതുകൊണ്ടാണല്ലോ അവരെനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇനി ആ സപ്പോർട്ട് ഉണ്ടാവട്ടെ ചേച്ചി. അതുപോലെ നമ്മുടെ പ്രേക്ഷകരെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ എന്റെ പരിചയമില്ലാത്ത ആൾക്കാരും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അതാണല്ലോ പ്രേക്ഷകർ എന്ന് പറയുന്നത്. നല്ല സപ്പോർട്ട്. ഞാൻ വെറുക്കണില്ല. സാധാരണ നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നവരെല്ലാവർക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ, അറിയുന്നവര് മാത്രം പ്രേക്ഷകരാവാൻ പറ്റുമോ? അറിയാത്തവരാണ് പ്രേക്ഷകർ, അറിയുന്നവർ പ്രേക്ഷകരല്ല. എന്നെ കാണുമ്പോ എന്താ പറയാ, എന്നോട് അടുത്തിടപെടാറുണ്ട്. കാരണം അടുത്ത് വരുമ്പോ എന്നെ അങ്ങനെ ഒരു ക്രൂരായിട്ട് തോന്നാറില്ല. അല്ല, ഞാൻ ഫേസ് കണ്ടിട്ട് പറഞ്ഞു. എന്നോട് ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞു എന്റെ ഫേസ് ക്രൂരമായ ഫേസ് ആണ്. അതൊരു പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി കേട്ടോ. ഇനി എന്തായാലും വളരെ സന്തോഷം. ഇനിയും ചിരിച്ചിരിക്കണ എന്റെ ഫോട്ടോ ഞാൻ എപ്പോഴും ചിരിച്ചോണ്ട നടക്കാറ്. ഒരിക്കലും എന്റെ മുഖത്ത് ക്രൂരത ഇല്ല, എന്റെ മനസ്സിലും ഇല്ല. എന്താവും ഇദ്ദേഹത്തിന് മാത്രം ക്രൂരത എന്ന് പറയുന്നത്. ഞാനത് പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത്. അതെന്താണെന്നറിയോ, വേറൊരാളായി മാറി. ഞാൻ ഒത്തിരി വായിക്കുന്ന ആളാണ്. അപ്പൊ നോവൽസ് ഒക്കെ നല്ല വായിക്കുമോ? പിന്നെ ഞാനും BA മലയാളം എഴുത്തുകാരിയാണ്. അപ്പോൾ എഴുതാറുണ്ട് ഞാൻ, പ്രസിദ്ധീകരിക്കണം. അപ്പൊ ഞാൻ എനിക്ക് ഫസ്റ്റ് നെഗറ്റീവ് കഥാപാത്രം കറുത്തമുത്തില വന്ന് എന്നോട് ഇത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരിക്കലും നെഗറ്റീവ് ഇല്ല. ഒരാളോട് എനിക്ക് ദേഷ്യമില്ല, വലിയ കാര്യത്തിൽ അസൂയില്ല, ദേഷ്യം, അങ്ങനെ ക്രൂരമായ സ്വഭാവമില്ല. ഞാൻ എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിലൊരാളെ ഞാൻ ഭരിക്കാനും ചെല്ലാറില്ല, എൻ്റെ മോനെ അടക്കം. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റണമെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അത് എൻ്റെ വായനയുടെ ഗുണമാണ്. അത് കഴിവെന്ന് പറയും. ഞാൻ നമ്മൾ വേറൊരാളായി മാറുക. ആ സമയത്ത് മഞ്ജു എന്നുള്ള ഒരാളെ ഞാൻ മാറ്റി നിർത്തി. ഞാൻ മഞ്ജു അല്ല. അപ്പം ഞാൻ വായിച്ച പല ക്രൂര കഥാപാത്രങ്ങൾ അവരായി ഞാൻ മാറിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട്, ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് എൻ്റേതല്ലാത്ത സ്വഭാവം ആണ് ഞാൻ സീരിയലിൽ കാണിക്കുന്നത്. അത് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്കൊരു നോർമൽ ഞാനായിട്ട് എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഒരു കഥാപാത്രത്തിക്ക് കിട്ടിയിട്ടില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതിപ്പോ അതൊക്കെ തോന്നണേ ഞാൻ പടം ചെയ്യാൻ പോകുന്നുണ്ട്, അടുത്തൊരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ എനിക്ക് ഒരു എഴുത്തുകാരി ആയിട്ടാണ് ഞാൻ മലയാളം സിനിമ. അത് ഞാനൊരു സസ്പെൻസ് ആക്കി ഇപ്പൊ പറയുന്നില്ല. അത് പഠിത്തന്നെ അത് ഒരു പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റിന്റെ ഒപ്പമാണ്, നടന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. അത് എൻ്റെ സത്യം പറയണേ എൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് അതിലേക്ക് തോന്നണം. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങാൻ പോകുന്നേ? അടുത്ത മാസം തുടങ്ങും. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്ന ചേച്ചി. ഇത്രയും നേരം നമ്മോടൊപ്പം വിശേഷങ്ങൾ പറഞ്ഞതിലും സന്തോഷം, പങ്കുവച്ചതിലും സന്തോഷം. ഇനിയും വേറെ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. രാഷ്ട്രീയത്തിലേക്കൊക്കെ പിന്നെപ്പം ഇതിൽ കുറച്ചും കൂടെ ഒക്കെ വരട്ടെ, സീരിയലിലേക്ക് വരട്ടെ. സീരിയൽ എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ സിനിമ ഞാനിപ്പോൾ 10, 13, 12 അതിലും കൂടുതൽ ചെയ്തു. എനിക്ക് വേണ്ടത്ര അതിലൊരു പബ്ലിസിറ്റി കിട്ടിയില്ല. കാരണം സിനിമ ഇന്നതെന്ന് ഏതൊക്കെ പടം ചെയ്തതെന്ന് ആൾക്കാരോട് പറയേണ്ട അവസ്ഥയാണ്. പക്ഷെ സീരിയൽ അങ്ങനെയില്ല. എനിക്ക് സീരിയല് ആര് കണ്ടാലും ഇന്ന സീരിയലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്ന സിനിമയിലല്ലേ എന്ന് ആരും ചോദിച്ചിട്ടില്ല. അതൊരു സിനിമ ചെയ്ത് കുറച്ച് വേഷം ചെയ്തിട്ട് ആരും അങ്ങനെ ഓർക്കത്തില്ല. നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ ആ സിനിമയൊന്നും എനിക്ക് ശ്രദ്ധ വേണ്ടത്ര റീച്ച് ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ വരാൻ പോണത് എനിക്കൊരു പ്രതീക്ഷ ഉള്ളതുണ്ട്. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വളരെ സന്തോഷം ചേച്ചി. ഇനിയും ഈ ചിരി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ ഫേസ് ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ക്രൂരമായി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.